ഈ ശുദ്ധപ്രതിയിൽ എന്നെ അടുത്ത മകനുമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ പരവർത്തിക്കുന്ന യാസന വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഈ സന്ദേശവുമായി നിങ്ങളുടെ കാതുകൾ എത്തിക്കുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരുണയുണ്ടായതോർത്തി നന്ദിയോടെ സ്തുതിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പെരുതി കിടന്ന ഏവനെയും തീപ്പൊയ്കി തള്ളിയിടപ്പെടുമെന്ന് പറയുന്നു. ജീവന്റെ പുസ്തകം പെരുതി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താലാണ് എന്നുള്ള ചുരുക്കം ചില സന്ദേശങ്ങൾ മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു ദേശത്തേക്ക് പോകുവാൻ കർത്താവിൽ ശരണം പ്രാപിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള സുവിശേഷ സന്ദേശങ്ങൾ ഏറ്റവും അധികമായി നിന്ദിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. പരസ്യമായുള്ള ശുശ്രൂഷകൾ കണ്ടു കഴിഞ്ഞാൽ കളിയാക്കുകയും നിന്ദിക്കുകയും കല്ലെറിച്ചിരുന്ന ഞാനൊക്കിന്ന് വഴികളിലും തെരുക്കോണുകളിൽ നിന്ന് യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് സത്യം അറിയുകയും സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നുള്ള തിരുവഴുത്താണ്. എന്താണ് സത്യമെന്നറിയാതെ, ആരാണ് സത്യമെന്നറിയാതെ, ആരാണ് ദൈവമെന്നറിയാതെ മനുഷ്യനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യനെ അന്വേഷിച്ച് മനുഷ്യനെ ഓടിക്കൊണ്ട് മനുഷ്യനെ തന്നെ സേവിച്ചുകൊണ്ട് മനുഷ്യൻ തന്നെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനകത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന് 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് കാണുവാൻ കഴിയുന്നതാണ്. ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും നമ്മെ കാത്തു നിൽക്കുമ്പോൾ ആ ന്യായവിധിയിൽ യേശുക്രിസ്തുവില്ലാത്ത സകല മനുഷ്യരും, യേശുവിനെ അംഗീകരിക്കാത്ത സകല മനുഷ്യരും രണ്ടാം മരണമായ തീപ്പൊയിലേക്ക് എത്താൻ പോകുന്നത്. എന്റെ പേര് അജികുമാർ എന്നാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും അതുപോലെ തന്നെ ഏറ്റവും അധികമായി സുവിശേഷത്തെ നിന്ദിക്കുന്ന പ്രവണത കാണുകയും കേൾക്കുകയും അങ്ങനെ തന്നെ ഞാനും എതിർത്ത് ജീവിച്ചു വന്നിരുന്ന ആളായിരുന്നു. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഘടനയിൽ ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ യേശുവിനെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ഇതുപോലുള്ള സന്ദേശങ്ങൾ മതം മാറ്റുന്ന പ്രചരണമാണ്, പണമുണ്ടാക്കുന്ന മാർഗമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഒരു നാണവുമില്ലാതെ വന്ന് കുറെ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞാനും. എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ, ഒരുപാട് വഴിപാടുകളും നേർച്ചകളും ഒക്കെ നടത്തിയിട്ട് ഒന്നിനും എന്നെ വിടുവിക്കാൻ കഴിയാതെ വന്നപ്പോൾ മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന ആ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ യേശുക്രിസ്തു ദൈവമാണോ എന്നുണ്ടെങ്കിൽ ഒരു സൗഖ്യം പ്രാപിക്കാം എന്ന് വിചാരിച്ച് മാത്രം കൂടി വന്ന ഒരാളായിരുന്നു ഞാനും. എന്നാൽ 2015 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യദാനപരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശത്തെയാണ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത്. അറപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ് യേശു പറഞ്ഞ്. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ് തന്നിരിക്കുന്നത്. അതിലധികമായ ഘട്ടമാണ്. ഇന്ന് 80 വയസ്സുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ അധികമായുള്ള ആളുകളൊക്കെ ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അനാഥാലയങ്ങൾക്ക് അകത്ത് കിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഒരുപാട് മാതാപിതാക്കന്മാരെ വഴിയിൽ തള്ളുന്ന ജീവിതമാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യൻ ഇങ്ങനെ ചെയ്യുവാൻ കാരണമാക്കിയിരിക്കുന്ന സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. ഈ സ്നേഹമില്ലായ്മ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ആദ്യ മനുഷ്യനായ ആദാം അനുസരിക്കേണ്ട കാണിച്ച നിമിത്തമാണ് സ്നേഹം നഷ്ടപ്പെട്ടു പോകാൻ വന്നത്. ഇന്ന് മനുഷ്യ സ്നേഹം അഭിനയിക്കുമാണ്. സ്നേഹം ഉണ്ട് എന്ന് പറയുകയും സ്നേഹത്തെ അഭിനയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യമാണ് നമുക്കെല്ലാം കാണുവാൻ കഴിയുന്നത്. അപ്പൊ മനുഷ്യ സ്നേഹം ഇല്ലാത്തവരായി മാറുവാൻ കാരണമായത് ആദാം അനുസരിക്കേട് കാണിച്ച നിമിത്തമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞ് അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യൻ സസ്നേഹികളും ദ്രവ്യാഗ്രഹികളുമായി മാറുമെന്നുള്ളത്. മനുഷ്യൻ
നന്മയുടെ പുറകെ സമ്പത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ മറന്നു പോകുന്ന ഒന്നാണ് മരണത്തെക്കുറിച്ചുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വാസം എന്നത് മനുഷ്യൻ ഓർക്കാതെയാണ് പോകുന്നത്. ഇന്ന് മരിച്ചുപോയി ആരെങ്കിലും മടങ്ങി വരുവാൻ കഴിഞ്ഞത് എങ്കിൽ, അല്ലെങ്കിൽ മരിച്ചുപോയൊരു മനുഷ്യനെ ഏറ്റവും അധികമായി ആഗ്രഹിക്കുന്നത് തന്റെ കുടുംബം ഈ നിത്യരക്ഷകനായ ക്രിസ്തുവിനെ കണ്ടാൽ മതിയായിരുന്നു എന്നതാണ്. കാരണം തീയും ഗന്ധവും കത്തുന്ന പൊയ്യിലേക്കാണ് മനുഷ്യൻ ചെന്നെത്തുക. ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നത് തന്റെ കുടുംബം, തന്റെ കുഞ്ഞുങ്ങൾ ഈ നിത്യരക്ഷ അറിയാൻ മതിയായിരുന്നു. ഇന്ന് ജീവന്റെ പുത്രന് പേര് കാണാതെ അവരനുഭവിക്കുന്ന വേദനകൾ എത്ര പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. ഒരു നിത്യമായൊരു ജീവനിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നത്. അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപിയായി ഭൂമി ജീവിക്കുകയാണ്. എല്ലാ മനുഷ്യനും അറിയാം താൻ പാപിയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് പാപത്തിന് പരിഹാരമായി ഏറ്റവും അധികമായി അന്നദാനം കൊടുക്കുന്നു, വീട് വെച്ചു കൊടുക്കുന്നു. പാപപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് അയക്കുവാൻ കഴിഞ്ഞെങ്കിൽ പാപത്തിന് മോചനം പ്രാപിക്കാൻ കഴിഞ്ഞു. ഇതുവരെ സേവനം ചെയ്തുകൊണ്ട് എല്ലാ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്താലും ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്താലും മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവിനെ നിത്യമായ ജീവനിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും അതിനുള്ള പ്രതിഫലം വാങ്ങുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുന്നിൽ വെളിപ്പെടേണ്ടതായി വരും. അന്ന് യേശു ക്രിസ്തുവില്ലാത്ത സകല മനുഷ്യരും രണ്ടാം മരണമായ തീപ്പൊയ്യിലേക്കാണ് ഞാൻ എത്താൻ പോകുന്നത്. ഞങ്ങളുടെ ഈ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കുലായ ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ച ജീവിതമായിരുന്നു. ആരെയും മുഖം വെക്കാതെ, ആരെയും അംഗീകരിക്കാതെ ഞങ്ങൾ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ കുടിക്കുന്ന മദ്യമാണ് ശരി, ഞങ്ങൾ ഭരിക്കുന്ന കഞ്ചാവാണ് ശരി, ഞങ്ങൾ ഉണ്ടായിരിക്കുന്ന സ്വഭാവമാണ് ശരി എന്ന് കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ജീവിതമായിരുന്നു. ഒരുപാട് കേസുകൾ വഴക്കുകൾ കൊണ്ടായി ജീവിതത്തിനിടയിലേക്ക് ആർക്കും പിടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ, ആർക്കും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന സന്ദേശമാണ്, ഈ സുവിശേഷ സന്ദേശമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളും വിളിച്ചു പറയുന്നത് മറ്റൊരുത്തരും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും അടങ്ങും, എല്ലാ നാമം പാടും യേശു മാത്രം കർത്താവ് എന്ന് ഇന്ന് വലിയവരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും, ഇന്ന് പണമാണ് ഞാൻ നടത്തുന്നത് പറയുന്ന ആളുകളും, ഇതിന് അംഗീകരിക്കാത്ത സകല മനുഷ്യന്റെ നാമം ഒരിക്കൽ പാടുന്ന ദിവസമുണ്ട്, യേശു മാത്രം കർത്താവെന്ന്. അതെ, എല്ലാ മനുഷ്യന്റെ മുഴങ്ങാലും മുടങ്ങുന്ന ദിവസമുണ്ട്. അത് വിദൂരമല്ല. പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ പാപത്തിന് പരിഹാരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ തന്നെ ആശ്രയിച്ചുകൊണ്ട്, മനുഷ്യൻ തന്നെ ദൈവമായി കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നത് പാപമോചനവും വീണ്ടെടുപ്പും അത് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ മാത്രമേ മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയത്തുള്ളൂ, പാപ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയത്തുള്ളൂ. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാൻ കാരണമായ ആദാം എന്ന മനുഷ്യന്റെ അനുസരിക്കേണ്ട കാണിച്ച നിമിത്തമാണ് ഭൂമി ശപിക്കപ്പെടുവാൻ ഇടവന്നത്. ഇന്നും ശാപത്തിന്റെ കീഴിൽ മനുഷ്യൻ ജീവിക്കുകയാണ്. ശപിക്കപ്പെട്ട ഭൂമിയിൽ മനുഷ്യൻ ശാപമായിട്ട് തീരുമ്പോൾ ശാപത്തിന് പരിഹാരം കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ശാപത്തിന് മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിലേക്ക് നാം മടങ്ങി വരണം. യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമാണ്. കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, സഹോദരങ്ങളെ, ഒരു നിത്യമായ ജീവിതമുണ്ട്, അത് നഷ്ടപ്പെടുത്തി കളയരുത്. തന്നിരിക്കുന്ന ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു പോകുന്നതല്ല. ഈ ജീവിതം കഴിയുമ്പോൾ ഒരു നിത്യമായ ജീവിതം അത് യേശുവിലേക്കാണ്. അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച് അവന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരായിരിക്കും ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നമുക്ക് വേണ്ടി സൗജന്യമായ രക്ഷ തന്നിട്ടുണ്ട്. എന്താണ്? തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ മാത്രം. അതെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നിങ്ങളുടെ ശാപത്തെയും പാപത്തെയും മരണത്തെ വഹിച്ചുകൊണ്ട് കാൽവരി കൃഷി യാഗമാകുകയും കല്ലറ ബന്ധിച്ചുകൊണ്ട് 3-ാം നാൾ പുറത്തു വന്ന് ഞാൻ വീണ്ടും മടങ്ങി വന്ന് പറഞ്ഞു പോയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ വരവർത്തിരിക്കുന്ന യാസന വേളയിൽ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ ഒരു നിത്യത്തിലേക്ക് എത്തിക്കുവാൻ, നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ ഈ സന്ദേശം അതിന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ഇത്രയും സമയം ഞങ്ങളെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ച എല്ലാവരുടെ നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രത്യേക ഒരു പക്ഷെങ്കിൽ ഈ സന്ദേശം ഇന്ന് കേട്ട സുവിശേഷ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ നിത്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഈ മഴ,
ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും ഒരു കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് നിർത്തുന്ന ഒരു വിശുദ്ധ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിട്ടുണ്ടോ? ഇതെല്ലാം നേടുമ്പോൾ ആത്മാവ് എവിടെയാണ് ചെന്നെത്തുക എന്നുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വാസം എന്നത് ഏതെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കാനുള്ള സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ളത്. മരണം നിശ്ചയമാണ്, ഉറപ്പാണ്. എങ്ങനെയാണ് എവിടെയാണെന്നും ഒരുതലെന്നും പറയാൻ കഴിയുന്നില്ല. മരണത്തിന് മുന്നേ ഉറപ്പാക്കിക്കൊണ്ട് ജീവിതം കരസ്ഥമാക്കുവാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.